ഒരുത്തന്റെ പേര് മനീഷ്, അവന്റെ വീട് കമ്പ. മറ്റൊരുത്തൻ ഇവിടുത്തെ SI രജിത്ത്. എല്ലാവരെയും ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയതൊന്നും തിരിച്ചു കൊടുക്കാത്ത ചരിത്രം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനില്ല എന്ന് മനസ്സിലാക്കിക്കോ. നമസ്കാരം. ഈ SFIക്കാരെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് തന്നെ ഒരു നാണക്കേട് തോന്നിപ്പോകും. ഒരു വിദ്യാർത്ഥി സംഘടനയെക്കുറിച്ച് നമ്മൾ ഇത്തരത്തിൽ അതിലെ പ്രവർത്തകരെ കുറിച്ചൊക്കെ ഇത്തരത്തിൽ എപ്പോഴും വിമർശിക്കേണ്ടി വരുമ്പോൾ നമുക്ക് സ്വയം ഒരു നാണക്കേട് തോന്നും. പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് SFIക്കാർ നടത്തിയ സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനു മുമ്പ് തന്നെ അവരുടെ സമരത്തിൻ്റെ രീതിയും ശൈലിയും ഒക്കെ നമുക്കറിയാം. അക്രമമാണ്. ഒരു സമരം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവം പോലെയാണ്. എന്തൊക്കെ തല്ലി തകർക്കാം, ആരെയൊക്കെ കയ്യേറ്റം ചെയ്യാം, ആരെയൊക്കെ തെറി വിളിക്കാം എന്നുള്ളതൊക്കെയാണ് അവരുടെ ഒരു രീതി. അതൊക്കെയാണ് അവരുടെ ചിന്ത. ഒരു സമരം വരുമ്പോൾ ആവശ്യമില്ലാത്ത ഏതൊരു കാര്യത്തിനും കയറി തലയിടും. അധ്യാപകരെന്നോ വിദ്യാർത്ഥികളെന്നോ സഹപാഠികളെന്നോ നാട്ടുകാരെന്നോ ഒന്നുമുള്ള ഒരു ചിന്ത അവർക്കില്ല. അവരുടെ സഹയാത്രികരെ പോലും, അതായത് SFIയിൽ പ്രവർത്തിക്കുന്നവരെ പോലും ആക്രമിച്ച സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും SFIക്കാർ സമരം നടത്തി. പക്ഷേ അതിൽ ഈ തടഞ്ഞ പോലീസുകാരുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ ഈ പോലീസുകാർക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയിരുന്നു. അത് പലരെയും ഞെട്ടിച്ചിരുന്നു. കാരണം ഈ ഒരു വിദ്യാർത്ഥി സംഘടനയിലെ പ്രവർത്തകർ ഇത്തരത്തിൽ പോലീസിനെ കയ്യേറ്റം ചെയ്യും, ഞങ്ങളുടെ ശരീരത്തിൽ മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിലും ചോരയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊതുനിരത്തിൽ നിന്ന് പോലീസിനെ വെല്ലുവിളിക്കുമ്പോൾ അത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം പോലീസുകാരെ പോലും പേടിയില്ലാത്ത ഈ ഒരു വർഗം സാധാരണക്കാരെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് അവർ പലപ്പോഴും മുമ്പ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ്റെ മരണമൊക്കെ നമുക്കതിൻ്റെ ഉദാഹരണങ്ങളാണ്. അതിനുശേഷം തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജിൽ SFI പ്രവർത്തകൻ തന്നെയായിട്ടുള്ള ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ച ഒരു സംഭവം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് വളരെ ക്രൂരമായിട്ട് ഭിന്നശേഷിക്കാരനായ കാലുകൾ തളർന്നു പോയൊരു വിദ്യാർത്ഥിയെ തള്ളിയിട്ട് ആ കാലിൽ കയറി നിന്നുകൊണ്ടാണ് SFIക്കാർ സഹപാഠികൾ, അതും SFIയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മേൽ അവർ താണ്ഡവമാടിയത്. അപ്പോൾ ഇവരുടെ ഒരു മാനസിക നില എന്തായിരിക്കാം? എന്തായാലും പോലീസുകാർക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ SFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വിപിൻ, മുഹമ്മദ് ഷാഹുൽ, പിന്നെ അഭിഷേക്, ഈ 3 പേരുൾപ്പെടെ കണ്ടാലറിയാവുന്ന 50ഓളം പേർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. തീർച്ചയായും അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവരൊക്കെ കരുതിയിരുന്നത് പിണറായി വിജയൻ്റെ ഭരണം മാറിയിട്ടില്ല, പിണറായി വിജയൻ്റെ ഭരണമാണ്, അതുകൊണ്ട് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും എന്ത് തന്തയില്ലായ്മത്തരം കാണിച്ചാലും പോലീസ് ഞങ്ങളെ സംരക്ഷിക്കും, പാർട്ടിക്കാർ ഞങ്ങളെ സംരക്ഷിക്കും എന്നുള്ളൊരു ധാരണ ഈ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നു. ആ ധാരണ എന്തായാലും തെറ്റിപ്പോയിട്ടുണ്ട്. ഇത് തുടങ്ങിയത് തന്നെ, ഈ അക്രമം തുടങ്ങിയത് തന്നെ ഫലം അറിഞ്ഞതിൻ്റെ അന്നാണ്. പാലക്കാട് രമേഷ് പിഷാരടിയുടെ വിജയത്തിനു ശേഷം നടന്ന റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് നടത്തിയ ആഘോഷത്തിനിടയിൽ ഇവരൊക്കെ കുപ്പിയെറിഞ്ഞു. DYFI SFI പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കുപ്പിയെറിഞ്ഞു. അത് പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് പോയി. SFI DYFI പ്രവർത്തകർ CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഓടി ഒളിച്ചു. പോലീസ് അവിടെ കയറി ഇവന്മാരെ പഞ്ഞിക്കിട്ടു. അവിടെയാണ് കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു നേതാവ് കയറി കുറുകെ നിന്നതും പോലീസിൻ്റെ കുറുകെ നിന്നതും പോലീസിനെ തടഞ്ഞതുമൊക്കെ. പിന്നീട് പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ CPMൻ്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു വന്ന് പോലീസിനെ വെല്ലുവിളിച്ച ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഇവിടെയാണ് ഇവരെയൊന്നും പറഞ്ഞു തിരുത്താതെ, ഈ EN സുരേഷ് ബാബു ഒക്കെ മുതിർന്ന നേതാക്കളാണ്, പോലീസ് ഓന്ത് മറം പോലെ മാറി എന്നൊക്കെ പറഞ്ഞാണ് അയാളൊന്ന് വെല്ലുവിളിച്ചത്. അതായത് പോലീസുകാരെ കൈകാര്യം ചെയ്യും എന്നുള്ള മട്ടിലൊക്കെയാണ് EN സുരേഷ് ബാബു അന്ന് സംസാരിച്ചത്. ഇതൊക്കെയാണ് ഈ മാക്രി പിള്ളേർ കാണുന്നത്. എന്താണ്, ഞങ്ങളുടെ നേതാക്കൾ പറയുന്നുണ്ടല്ലോ പോലീസുകാരെ കൈകാര്യം ചെയ്യുന്നു എന്ന്, എന്തായാലും പിന്നെ നമുക്ക് ചെയ്താൽ എന്താണ് എന്ന് മാത്രമല്ല, പല വിദ്യാലയങ്ങളിലും SFI പ്രവർത്തകരുണ്ട്. അവരൊക്കെ ആയിരക്കണക്കിന് വരും, 10,000-കണക്കിന് SFI പ്രവർത്തകരുണ്ട്. എന്തെങ്കിലും ഒരു വിഷയമായി കഴിഞ്ഞാൽ അത് തെരുവിലേക്ക് ഇറങ്ങാം, അടിച്ചു തകർക്കാം, അങ്ങനെ ഒരു ഭയം ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെയാണ് അവരുടെ ചിന്ത. ഒരു സമാധാനത്തിൻ്റെ ശൈലി അവർക്ക് വശമില്ല. എന്തായാലും ഇത്തരത്തിൽ പോലീസ് ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് മാത്രമല്ല, ഇവരെ അടിച്ചൊതുക്കാനായി SFI DYFI പ്രവർത്തകരെ അടിച്ചൊതുക്കാനായി പോലീസിന് നിർദ്ദേശം കൊടുക്കാൻ ആർജവമുള്ള ഒരു ആഭ്യന്തരമന്ത്രിയായിരിക്കണം ഇനി വരേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ, മന്ത്രിസഭ അധികാരം ഏറ്റുകഴിഞ്ഞാൽ പല പ്രതിസന്ധികളാണ്, സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പുതിയ സർക്കാരിനെ കാത്തിരിക്കുന്നത്. അവിടെ VD സതീശനാണോ പിണറായി വിജയനാണോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഇവിടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സമാധാനമായി ജീവിക്കണം. അങ്ങനെ വരുമ്പോൾ സർക്കാരിന് സുഗമമായി ഭരിക്കാൻ കഴിയണം. ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമരമുറകളൊക്കെ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. പക്ഷേ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്, യുവജന പ്രസ്ഥാനമാണ് എന്ന് കരുതി എന്ത് തെമ്മാടിത്തരവും കാണിക്കാം എന്നുള്ളൊരു ധാരണ ഇനി നല്ലതല്ല. ഇത്തരത്തിലുള്ള സമരമുറകളും അക്രമങ്ങളും ഒക്കെ അതിരുവിടുമ്പോൾ അവരെ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാനുള്ള
കൈകാര്യം ചെയ്യാൻ ഉള്ള ഉത്തരവ് പോലീസിന് കൊടുക്കാൻ തക്ക ആർജവം ഇനി വരുന്ന ആഭ്യന്തരമന്ത്രി കാണിക്കണം. ഇല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം ഇനിയും ദുസ്സഹമാകും എന്ന് മാത്രമല്ല, ഇനി സിദ്ധാർത്ഥന്മാർ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഒരു സൂചനയാണ്. എന്തായാലും 50 കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെ, 3 നേതാക്കൾ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെ ഇത്തരത്തിൽ പോലീസ് കേസെടുക്കുമ്പോൾ അത് അവർക്കൊരു സൂചനയാണ്. കാരണം ഇത് സംരക്ഷിക്കാൻ അവരുടെ നേതാക്കന്മാരുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ വലിയ കഷ്ടത്തിലാണ്. അപ്പോൾ ഈ ഡൂക്കിലെ അണികളുടെ കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇവരുടെയൊക്കെ ധാരണ നേതാക്കൾ രക്ഷപ്പെടുത്തും എന്നുള്ളതാണ്. ശരിയാണ്, നേതാക്കൾ രക്ഷപ്പെടുത്തുമായിരിക്കാം. ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്, കോടതിയിൽ പോകാം. പക്ഷേ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കേസിൽ പോലീസ് കുടുക്കിയിട്ടാൽ, ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു സർക്കാർ ജോലി കിട്ടില്ല, അതുപോലെ ഒരു പാസ്പോർട്ട് പോലും എടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ഇവിടെ സഹകരണ ബാങ്കുകൾ എന്തെങ്കിലും ജോലിയൊക്കെ കൊടുത്താണ് CPM-കാർ പാർട്ടി അണികളെ പിടിച്ചിടുന്നത്. എന്തായാലും സഹകരണ ബാങ്കുകളിൽ പോലും CPM-ന് അധികാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതൊക്കെ വിദ്യാർത്ഥി സംഘടനയിലും യുവജന സംഘടനയിലും പ്രവർത്തിക്കുന്നവർ മനസ്സിലാക്കിയാൽ നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.